ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്നത് ഞാൻ ചെന്നൈ ടു പോണ്ടിച്ചേരി വരെ പോയപ്പോൾ ഉണ്ടായ ചിലവുകളും കാര്യങ്ങളെയും കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ പോവാം, എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം. തുടക്കത്തിലെ തന്നെ ഞാൻ പറയാം, എനിക്ക് പറ്റിയ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോണ്ടിച്ചേരി എത്തിയ ഉടനെ ഒരു റെൻ്റ് ബൈക്ക് ഞാൻ എടുത്തില്ല. അതൊരു ഹ്യൂജ് മിസ്റ്റേക്ക് തന്നെയായിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പിന്നെ പറയാം. എന്തായാലും നമ്മൾ ചെന്നൈ മുതൽ ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരിയിലോട്ട് പോകാനായിട്ട് ഏകദേശം ഒരു 4-4.5 മണിക്കൂറിൻ്റെ ആവശ്യമുണ്ട്. പല രീതിയിൽ കൂടെ നമുക്ക് പോവാം. പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ പക്ഷേ ഞങ്ങൾ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AC ബസ്സായിരുന്നു. നമ്മൾ കുറച്ച് കംഫർട്ട് നോക്കിയാണ് ചെയ്തിരുന്നത്. അത് ഏകദേശം 350 രൂപയായി ചെന്നൈ മുതൽ നേരെ പോണ്ടിച്ചേരി വരെ എത്താനായിട്ട്. തിരക്കും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ സ്മൂത്തായ യാത്രയായിരുന്നു. നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ 350 + 350 700 റുപ്പീസായി ഒരാൾക്ക് ചെന്നൈ ടു പോണ്ടിച്ചേരി ആൻഡ് പോണ്ടിച്ചേരി ടു ബാക്ക് ടു ചെന്നൈ. അത് കഴിഞ്ഞിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ റൈഡാണ്. ഓട്ടോ റൈഡ് നമ്മളവിടെ ചെന്ന് ഇറങ്ങിയ ഉടനെ ഒരു ഓട്ടോ റൈഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓട്ടോ റൈഡ് എടുത്തത് ഒരു നല്ലൊരു മിസ്റ്റേക്കായിരുന്നു. കാരണം നമ്മളവിടെ ചെന്ന ഉടനെ എടുക്കേണ്ടിയിരുന്നത് ഇതായിരുന്നു, ഏതോ നമ്മുടെ ഒരു റെൻ്റ് ബൈക്ക് എടുക്കണമായിരുന്നു. പക്ഷേ നമ്മളെടുത്തില്ല. നമ്മൾ വിചാരിച്ചു ഒന്ന് നടന്ന് ചുറ്റി കാണാം, ഒരു ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ബൈക്ക് എടുത്താൽ നഷ്ടമായിരിക്കും എന്ന് കരുതി നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ വേണ്ട എന്ന് വെച്ചത് ബൈക്ക്. പക്ഷേ അതൊരു ഹ്യൂജ് ബ്ലണ്ടറായിപ്പോയി. അങ്ങനെ 150 റുപ്പീസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഫ്രഞ്ച് കോളനിയുടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പുള്ളിക്കാരൻ കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആദ്യം കയറിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 1600 ആയിരുന്നു അവിടുത്തെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വേറൊരു ഹോട്ടൽ തപ്പി പിടിച്ച് കയറി. അപ്പോൾ വീക്കെൻഡ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു ഉച്ച സമയത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു 2 PM സമയത്താണ് ഹോട്ടൽ ചെക്കിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ മിസ്റ്റേക്ക്. നമ്മൾ ഫസ്റ്റ് പോണ്ടിച്ചേരി എത്തിയ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു റെൻ്റ് സ്കൂട്ടർ എടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ Airbnb എടുക്കുക. Airbnbയിൽ ലോവസ്റ്റ് പ്രൈസുള്ള കുറേ കാണും. 999 അതേപോലെ തന്നെ ഒരു 1000 റേഞ്ചിൽ ഒരുപാട് റൂംസ് അവൈലബിൾ ആണ്. നമ്മളെന്തായാലും റൂമിൽ തന്നെ ഇരിക്കാൻ പോകുന്നില്ലല്ലോ, നമ്മൾ ജസ്റ്റ് ചുറ്റി കാണാനല്ലേ പോകുന്നത്. അപ്പോൾ പിന്നെ ചെറിയ റൂമാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്റ്റൽ ഉപയോഗിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത് എപ്പോഴും ഫിൽ ഔട്ട് ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 2 വീക്സ് മുന്നേ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഡോർമെൻ്ററി സെറ്റപ്പിലെ റൂം കിട്ടും. എന്ന് വെച്ചാൽ നല്ല വൈബും ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്ത് നല്ല പരിപാടിയാണ്. അപ്പോൾ ഞാനത് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക്. അതേപോലെ തന്നെ അത് ഒരു 900-1000 റുപ്പീസിനടുത്ത് ഒരു ബെഡിന് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നഷ്ടം വന്നത് ഈ 1500 റുപ്പീസിന് നമുക്കൊരു ഹോട്ടൽ എടുക്കേണ്ടി വന്നു. പോരാത്തതിന് നമ്മുടെ കയ്യിൽ അപ്പോൾ ബൈക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 1500-ന് ഹോട്ടലും ബുക്ക് ചെയ്തു. അതിനുശേഷം ഒരു ബൈക്ക് നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മളൊരു ബൈക്ക് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്കി ഫുള്ള് ഫുഡിനാണ് ചിലവായിട്ടുണ്ടായിരുന്നത്. ആകപ്പാടെ ഇത്ര ഒരു ചിലവ് മാത്രമേ ഉള്ളൂ നമുക്ക് ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരി വരാൻ. പിന്നെ ബാക്കിയെല്ലാം ഫുഡും കാര്യങ്ങളാണ്. നമ്മൾ കുറേ വെറൈറ്റി ഫുഡ്സ് ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ലോക്കൽ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 120 റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസായിരുന്നു. അതിനുശേഷം കുറേ ചായ കുടിച്ചു. ചായയൊക്കെ 15-20 റുപ്പീസാണ്. അവിടെ ലോക്കൽസിനാണെങ്കിൽ 10 രൂപയ്ക്കും, അവിടെ പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ 15-20 രൂപ വെച്ച് ഒരു വാങ്ങും. അത് യൂഷ്വലി എങ്ങനെയാണ്. എന്നിട്ട് ചോദിക്കും ചെറിയ കപ്പിൽ വേണോ വലിയ കപ്പിൽ വേണോ എന്ന് ചോദിക്കും. രണ്ടും ഏകദേശം സെയിമാണ്. 15 രൂപയായിരിക്കും ചെറിയ കപ്പ്, വലിയ കപ്പാണെങ്കിൽ 20 റുപ്പീസ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ.
പിന്നെ അതിനുശേഷം നമ്മൾ വേറെ ചിലവെന്ന് പറയുന്നത് ഫുഡിന് തന്നെയാണ്. നമ്മളൊരു പിസ്സ വാങ്ങിച്ചു, അതേപോലെ തന്നെ ഒരു ലേസിൻ്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ വാങ്ങിച്ചു ഒരു 300 റുപ്പീസായി. അതല്ലാണ്ട് പിന്നെ സ്ട്രീറ്റ് ഫുഡ് കുറേ ട്രൈ ചെയ്തു, അതെല്ലാം കൂടെ ചേർത്ത് ഒരു 80 റുപ്പീസ് ആയിട്ടുള്ള ഫുഡ്, അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. സ്വീറ്റ്സ് വാങ്ങിച്ചു കഴിച്ചു. അങ്ങനെ എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ടായിരുന്നത് ഒരു 3345 റുപ്പീസ്. അതിൽ നമുക്ക് ഒരു 750 ആണെങ്കിൽ കുറയ്ക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1500 ഇൻക്ലൂഡാണ് ചെയ്തിരിക്കുന്നത്. 500 ഫോർ 2 ആണ്. നമ്മൾ 2 പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂമിന് 1500 ആയിട്ടുണ്ടെങ്കിലും 750 എൻ്റെ പക്കലിൽ നിന്ന് പോയിട്ടുള്ളൂ. പക്ഷേ ഞാൻ 1500 ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയാലും 2500 റുപ്പീസിന് നിങ്ങൾക്ക് അവിടെ നിന്ന് 1 ഡേ പോണ്ടിച്ചേരിയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരിയിലോട്ട് പോകാൻ പറ്റും. നമ്മൾ രാവിലെ 10 മണിക്കാണ് ചെന്നൈയിൽ നിന്ന് തിരിച്ചത്. പോണ്ടിച്ചേരി ഒരു 1:30-2 മണിയായപ്പോൾ എത്തി. അവിടുത്തെ ഇത്രയും പരിപാടികൾ നമ്മൾ അവിടെ ചെയ്തു. രാവിലെ സൺറൈസ് കണ്ടു. അതിനുശേഷം നമ്മൾ തിരിച്ച് ചായയും കുടിച്ച് നേരെ 8:30 ആയപ്പോഴത്തേനും നമ്മൾ ബസ്സിൽ കയറിപ്പോയി. കാരണം നമുക്ക് 2:30 ട്രെയിൻ ഉണ്ടായിരുന്നു ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രം. അതുകൊണ്ട് നമ്മളധികം കളിച്ച് നിന്നില്ല. അതിനുശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 11-11:30 വരെ പിന്നെയും കറങ്ങാവുന്നതാണ്. ഇത് 1 ഡേ ട്രിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ഏകദേശം ഒന്ന് ബലത്തിൽ പിടിച്ചാൽ നിങ്ങൾക്കൊരു മേ ബി 1800-2000 റുപ്പീസിന് പോയിട്ട് വരാം വിത്ത് ഫുഡ് എല്ലാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളും. താങ്ക് യു.